മാങ്ങയുടെ സീസണിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രഷ് മാംഗോ സാലഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഫ്രഷ് മാംഗോ സാലഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മാങ്ങ. നല്ല ഫേമായിട്ട് പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ളത് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ലെറ്റസ്, ടെൻഡർ കോക്കനട്ട്, അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടെൻഡർ കോക്കനട്ട് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഐസ്ബർഗ് ലെറ്റ്യൂസാണ്. പിന്നെ കുറച്ച് മധുരമുള്ള ഗ്രേപ്സ്, ക്യൂക്കമ്പർ, വാൾനട്ട്സ്, ക്രാൻബെറി, ഇത്ര സാധനങ്ങളാണ് നമുക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. പിന്നെ ഡ്രസ്സിങ് നമുക്ക് വേണ്ടത് മാങ്ങയുടെ പൾപ്പ്, അതായത് മാങ്ങ മിക്സിയിലിട്ട് അടിച്ചത്, പിന്നെ മസ്റ്റേർഡ് സോസ്, നാരങ്ങ നീര്, ഒലിവ് ഓയിൽ, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് എടുക്കാം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഐസ്ബർഗ് ലെറ്റ്യൂസാണ്. അത് ഇതേപോലെ ടയർ ചെയ്ത് പീസസ് ആക്കി ഇടുക. ഏകദേശം ഒരു 3/4 കപ്പ് ലെറ്റസ് ഉപയോഗിച്ചു, ഐസ്ബർഗ് ലെറ്റ്യൂസ്. ഇതിലേക്ക് ക്യൂക്കമ്പർ, ഒരു പകുതി ക്യൂക്കമ്പർ എടുത്തേക്കുന്നത്. വാൾനട്ട്സ് റോസ്റ്റ് ചെയ്തതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ. ഗ്രേപ്സ്, ഇത് വേണമെങ്കിൽ 2ആയിട്ട് മുറിച്ചിട്ടിടാം. നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മധുരം കിട്ടാനായിട്ടാണ്. ഇതൊരു 1/4 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ക്രാൻബെറി, ഒരു ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് പഴുത്ത മാങ്ങ. ഞാൻ 1/2 കപ്പ് ഹീപ്ഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ടെൻഡർ കോക്കനട്ടാണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ പീസസ്, അത് വളരെ തിന്നായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് അല്ല, അതിന് കഴിഞ്ഞ് ഇച്ചിരിയുടെ ഒരു മൂപ്പുള്ള, നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്നൊരു പരുവം, ആ പരുവത്തിനുള്ള തേങ്ങ എടുത്തേക്കുന്നത്. വളരെ ചെറുത് കിട്ടി അതിലും നല്ലതായിരിക്കും. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് മാങ്ങയുടെ പീസസ് മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. അതിൽ നിന്ന് ആവശ്യമുള്ള നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം 2.25 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഈ പൾപ്പിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ് ചേർക്കാം, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇച്ചിരി ഹീപ്ഡായിട്ട് ഉപ്പ്, 1/4 ടീസ്പൂൺ കുറച്ച് ഹീപ്ഡായിട്ട് തന്നെ പെപ്പർ, കുരുമുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഹണിയാണ്. ഒലിവ് ഓയിൽ, 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, അതേപോലെ ലൈം ജ്യൂസ്, ഒരു 1 ടീസ്പൂൺ ലൈം ജ്യൂസ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡിയാണ്. എപ്പോഴാണ് സാലഡ് സെർവ് ചെയ്ത് നമ്മൾ ആ സമയത്തെ ഡ്രസ്സിങ് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി നമുക്ക് ഒത്തിരി വാട്ടറി ആയിട്ട് വരും. ക്രിസ്പിനെസ്സും ക്രഞ്ചിനെസ്സും എല്ലാം അങ്ങ് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും സെർവ് ചെയ്യുന്നതിന് സമയത്ത് മാത്രം ഒഴിക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ സെർവിങ് ബോളിലേക്ക് എടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരാൾക്ക് കഴിക്കാവുന്നൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ. കുറച്ച് ഈ ലെറ്റേഴ്സ് കൂടെ ഇടുകയാണ്. കാണാനൊരു ഭംഗി മാത്രമല്ല, നമുക്കൊരു ക്രഞ്ചിനെസ്സും കിട്ടും. ഞാൻ കുറച്ച് കോക്കനട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇടാം. സാലഡ് ഡ്രസ്സിങ് ഒഴിക്കാം.
അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന ഫ്രഷ് മാംഗോ സാലഡ് ഒരാൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു ക്വാണ്ടിറ്റിയാണ്. നല്ല ടേസ്റ്റിയാണ്. പല പല വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സാണ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. മാങ്ങയുടെ സീസണൊക്കെ ഉള്ളപ്പോൾ ഇത് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.